പ്രൈസ് ദി ലോർഡ്. 146 സങ്കീർത്തനം 3 വാക്യം. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും ആശ്രയിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നോക്കൂ, സങ്കീർത്തനക്കാരനായ ദാവീദ് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുത് എന്ന് നമുക്ക് വാണിംഗ് തരുമ്പോൾ, സഹായിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യപുത്രൻ ഉണ്ട് എന്ന് വിരൽ ചൂണ്ടുന്ന ഒരു വേദഭാഗം കൂടെയാണത്. ലോകം അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യരിൽ ഏതാണ്ട് 60-70% ആൾക്കാരോളം മനുഷ്യപുത്രനെ കുറിച്ചുള്ളതായ ഒരു വിവേചനം ഇല്ലാത്തതിനാലാണ് അവരുടെ ജീവിതം ഒരു വല്ലാത്ത ഒരു നിരാശയുടെ അടിവാരത്തിലേക്ക് താഴ്ത്തപ്പെട്ടു പോകുന്നത്. മനുഷ്യപുത്രൻ എന്ന് പറയുന്നതായ ഒരു സംഗതി എന്താണ്? ഈ മനുഷ്യപുത്രൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മനുഷ്യപുത്രൻ എന്നാണ്. കേൾവിയിൽ എന്താണ് ഈ മനുഷ്യപുത്രൻ നമുക്ക് ചിന്തിച്ചേക്കും. മനുഷ്യജാതികളോട് മുഴുവനും ഒരു വാഗ്ദാനം നൽകി അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാമെന്ന് ഒരു പ്രത്യാശ നൽകുന്നതായ, അല്ലെങ്കിൽ ഒരു ആശ്രിത മനോഭാവം സൃഷ്ടിക്കുന്നതായ ഒരു അവതാരമാണ് മനുഷ്യപുത്രൻ എന്ന വാക്കുകൊണ്ട് തിരുവചനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ, സഹായിക്കാൻ കഴിയുന്ന മനുഷ്യപുത്രൻ. എങ്ങനെയാണ് ഈ മനുഷ്യപുത്രന്മാരെ തിരിച്ചറിയുന്നത്? ഇവർ 2 പേരും ഏകനാമമാണ്, അവർ ബഹുനാമമല്ല. അപ്പോൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനെ കുറിച്ച് ദാവീദ് തന്നെ അടുത്ത വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് പോകുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങളൊക്കെയും നശിച്ചു പോകുന്നു. ആരുടെ? സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ്റെ. എന്നാൽ സഹായിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യപുത്രനോ, അവൻ്റെ ശ്വാസം പോയി, അവൻ മണ്ണിലേക്ക് പോയി, എന്നാൽ മണ്ണിനെയും പാറയെയും ഈ പാതാളത്തിൻ്റെ ശക്തിയെയും മരണത്തിൻ്റെ ശക്തിയെയും ലജ്ജിപ്പിച്ചും കൊണ്ട് 3-ാം ദിവസം ആ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കാതെ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് തന്നിൽ ആശ്രയിച്ചവരെ അഭിസംബോധന ചെയ്തതായ ഒരു മനുഷ്യപുത്രനുണ്ട്. അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഈ ശബ്ദം ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു ശബ്ദം. മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഇനിയും മരണമില്ല. അപ്പോസ്തലനായ പൗലോസ് ഈ മനുഷ്യപുത്രനെ കുറിച്ചൊരു നല്ല പഠനം നടത്തിയതിന് ശേഷം അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. അതാണ് താൻ എഴുതുന്നത്: അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ന്യായവിധിയുമില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹായിപ്പാൻ കഴിയുന്ന മനുഷ്യപുത്രൻ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നതായ അനേക നന്മകളെ 146 സങ്കീർത്തനത്തിൽ ഉടനീളം അക്കമിട്ട് എഴുതുന്നുണ്ടെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ നിന്ന് ഒരേ ഒരു ശകലം എടുത്തുകൊണ്ട് നമുക്കായി ചില വാഗ്ദത്തങ്ങൾ തരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. 7-ാം വാക്യം. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മണ്ണിനടിയിൽ പോയി പോയതിന് ശേഷം അവൻ്റെ നിരൂപണങ്ങൾ നശിച്ചു പോകാതെ വണ്ണം അവൻ ചെയ്ത വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്കായി ഉയർത്തെഴുന്നേറ്റവനായ മനുഷ്യപുത്രൻ അവൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ദാവീദ് പ്രവചിച്ച് പറയുന്നത്. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തി നിൽക്കുമാറാക്കുന്നു. ആരാണ് ഈ കുനിഞ്ഞു നിൽക്കുന്നവർ? ഈ ലോകത്തിൽ നമ്മളൊരു പഠനം നടത്തിയാൽ ലോക ജനതയുടെ ഏതാണ്ട് 70-80% ജനങ്ങൾ കുനിഞ്ഞിരിക്കുന്നവരാണ്. ലജ്ജ കൊണ്ട്, ഭാരം കൊണ്ട്, അനേക ബാധ്യതകൾ കൊണ്ട് നിവർന്നെഴുന്നേൽക്കുവാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലെന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന കുനിഞ്ഞുപോയവരുണ്ട്. മാതാപിതാക്കളുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടും അപരാധങ്ങൾ കൊണ്ടും കുനിഞ്ഞുപോയ സന്താനങ്ങളുണ്ട്. മക്കളുടെ തെറ്റുകൾ കൊണ്ടും അവർ കാണിക്കുന്നതായ ബുദ്ധികേടുകൾ കൊണ്ടും സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ കുനിഞ്ഞു നടക്കുന്നവരുണ്ട്. സ്വന്തം ജീവിതത്തിൽ പാപങ്ങൾ വരുത്തി വെച്ചുകൊണ്ടും അല്ലെങ്കിൽ സ്വന്തം ചെയ്തികൾ കൊണ്ടും വരുത്തി വെച്ചതായ നാശനഷ്ടങ്ങൾ നിമിത്തം കുനിഞ്ഞു നടക്കുന്നവരുണ്ട്.
ഉണ്ടായിരുന്നതായ സമ്പത്ത് മുഴുവനും ബുദ്ധികേടിനാൽ നശിപ്പിച്ചു കളഞ്ഞതായ, സമൂഹത്തിൽ ദാരിദ്ര്യത്തിൻ്റെ പടിയിലേക്ക് വഴുതി വീണതായ കുടുംബങ്ങൾ കുനിഞ്ഞിരിക്കുന്നുണ്ട്. സാമ്പത്തികമായി അവർക്ക് വന്ന തകർച്ചയിൽ മോഹിച്ചതും ആഗ്രഹിച്ചതും അനേക പ്രതീക്ഷകളും അറ്റുപോയി ഇനിയും ജീവിതത്തിൽ ഒന്നും സാധ്യമല്ല എന്ന് വിചാരിച്ച് ദുഃഖഭാരത്തോടെ കുനിഞ്ഞവരുണ്ട്. ജന്മനാൽ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ ശരീരത്തിൻ്റെ നട്ടെല്ലിൻ്റെ കശേരുക്കൾ ചുരുങ്ങി കുനിഞ്ഞുപോയ ജീവിതങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള വ്യക്തികളെ, ജന്മനാൽ കുനിഞ്ഞവരെ, പാപം കൊണ്ട് കുനിഞ്ഞവരെ, ബന്ധനത്താൽ കുനിഞ്ഞവരെ ഒക്കെയും കർത്താവ് വ്യക്തിപരമായി ഓരോരുത്തരെയും സന്ദർശിച്ചു. കുനിഞ്ഞ സ്ത്രീയെ നിവൃത്തുമാറാക്കി. മറ്റുള്ളവർ കല്ലെറിയുന്നതിന് വേണ്ടി പിടിച്ചുകൊണ്ടുവന്നതായ, വേശ്യാവൃത്തിയിൽ പിടിച്ചുകൊണ്ടുവന്നതായ ഒരു സ്ത്രീയെ അവളോട് ചോദിക്കുന്നതാണ്, മകളെ, നിന്നെ ആരും ശിക്ഷിച്ചില്ലേ? അതിനു മുമ്പ് കല്ലെറിയുവാൻ വേണ്ടി കല്ലുകൾ എടുത്തും കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നിന്നവ പരീശന്മാരോടും യഹൂദന്മാരോടും കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി ആ കല്ലുകൾ താഴെ ഇട്ടിട്ട് പോയി. അതിൻ്റെ അർത്ഥം അറിഞ്ഞും അറിയാതെയും ഏതെങ്കിലും ഒരു രീതിയിൽ വ്യഭിചാരത്തോട് ബന്ധമുള്ളതോ, സ്വഭാവം കൊണ്ടോ, വാക്കുകൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു സ്വഭാവത്തിന് അല്പാൽപമായി ബന്ധമുള്ള പരീശന്മാരാണ് അവർ കല്ലുമായി എറിയാൻ വന്നത്. അങ്ങനെയുള്ളവർക്ക് കല്ലെറിയുവാൻ അല്പം കൂടി ഉച്ചിരി കൂടും. സമൂഹത്തിന് മുൻപിൽ അവർ നീതിമാന്മാരെന്ന് കാണിക്കുവാൻ, ആ കുറ്റത്തിൽ പിടിക്കപ്പെടുന്നവരെ കല്ലെറിയുവാൻ അവർ വലിയ വലിയ കല്ലുകളെടുത്ത് അവർ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. അവൾക്ക് സമൂഹത്തിൽ എഴുന്നേറ്റ് കുനിഞ്ഞ് നിൽക്കാനല്ലാതെ നിവർന്നു നിൽക്കുവാൻ സാധിക്കില്ല. അവളോട് കർത്താവ് സകലരും വിട്ടുപോയതിനു ശേഷം അവളുടെ അടുത്ത് കർത്താവ് ചെന്നു. മകളെ, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. യേശു അവളോട് പറയുകയാണ്, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. പക്ഷെങ്കിൽ മകളെ, ഇനിയും പാപം ചെയ്യരുത്. ഇന്നു മുതൽ നീ നിവർന്ന് നടക്കുമാറാകണം. കുഷ്ഠരോഗികൾ മനുഷ്യരുടെ മുഖത്ത് നോക്കുവാൻ കഴിവില്ലാതെ കുനിഞ്ഞ് ഭിക്ഷയാചിച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുന്നവരായി കർത്താവ് അവരെ തൊട്ട് സൗഖ്യമാക്കി. ചിലരോട് ചോദിച്ചു, നിങ്ങൾക്ക് സൗഖ്യം വേണമോ? കുരുടന്മാരായിട്ടുള്ളവർ കുനിഞ്ഞ് നടക്കുന്നവരായിരുന്നു. അവർക്കെഴുന്ന് അവരുടെ കഴുത്ത് നിവരുത്തില്ല. എപ്പോഴും കണ്ണു കാണാൻ വയ്യാത്തവർ സ്വതവേ അവരുടെ ശാരീരികമായ ജന്മനാൽ അവർക്കൊരു കുനിച്ചിലുണ്ട്. കർത്താവ് അവരെ നിവർന്ന് നിൽക്കുമാറാക്കി. ജന്മനാൽ കുനിഞ്ഞു നടന്നതായ പലരെയും കർത്താവ് സൗഖ്യമാക്കി. എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് നടക്കുന്ന ഏത് രീതിയിലുള്ള കൂനുകൾക്കും കർത്താവ് ഒരു പരിഹാരം കൊണ്ടുവന്നു. പാപത്തിൽ നിന്ന് വിടുതൽ. ഈ മനുഷ്യപുത്രൻ്റെ അടുത്ത് വരുമ്പോൾ കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർന്ന് നിൽക്കുമാറാക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കുനിഞ്ഞു പോയിട്ടുള്ളതായ സന്ദർഭങ്ങൾ, കുഞ്ഞുങ്ങൾ നിമിത്തം, മാതാപിതാക്കൾ നിമിത്തം, സ്വന്തക്കാർ നിമിത്തം, സഹോദരങ്ങൾ നിമിത്തം, സമൂഹം നിമിത്തം, അയൽവക്കക്കാർ നിമിത്തം, കൂട്ടുവിശ്വാസികൾ നിമിത്തം, കൂട്ടുവേലക്കാർ നിമിത്തം, ജീവിതത്തിൽ പല രീതിയിലുള്ളതായ കുനിച്ച് കൂടെ ജോലി ചെയ്യുന്നവർ, പല അപമാനങ്ങൾ ഏറി വന്ന് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉയരുകയില്ല എന്ന് തകർന്ന തരിപ്പണമായ ജീവിതം. അനേക ബിസിനസ്സുകൾ ചെയ്തു, അനേക ജോലികൾ ചെയ്തു, ഉയർച്ചയില്ല, താഴ്ചയിലേക്ക് ഉണ്ടാക്കിയ പണം മുഴുവനും ബുദ്ധികേടിനാൽ നശിപ്പിച്ചു നാറാണക്കല്ലായി ജീവിതത്തിൽ നാറിപ്പോയ ജീവിതങ്ങൾ, അനേക അബദ്ധങ്ങൾക്ക് അടിമയായി തീർന്ന ജീവിതങ്ങളെ കർത്താവ് ഇന്ന് പകൽക്കാലം സന്ദർശിച്ച് പറയുകയാണ്, അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രശ്നം ഏത് രീതിയിൽ നീ കുനിഞ്ഞു എന്നുള്ളതല്ല കർത്താവ് ചോദിക്കുന്നത്. നീ കുനിഞ്ഞിരിക്കുന്നവനാണോ? നിനക്ക് സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ, നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ദുഷ്ടതയേറിയ ജീവിതമുണ്ടോ? ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനിയും ഒരു ന്യായവിധിയുമില്ല. ഈ മനുഷ്യപുത്രൻ്റെ അടുത്തേക്ക്, സഹായിപ്പാൻ കഴിയുന്ന മനുഷ്യപുത്രൻ്റെ അടുത്തേക്ക്, മണ്ണിനടിയിലേക്ക് പോയി ഉയർത്തെഴുന്നേറ്റ് വന്നവനായ മനുഷ്യപുത്രനിലേക്ക്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് വിളിച്ചു പറയുന്ന മനുഷ്യപുത്രനിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുമെങ്കിൽ ഈ പ്രഭാതത്തിൽ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ, ഒരു ബന്ധനത്തിൻ്റെ അഴിവ്, ഒരു സൗഖ്യം, ഒരു പ്രകാശിതമായ അന്തരീക്ഷം നിന്റെ ജീവിതത്തിൽ കാണുവാനിടയായി തരും. അത് നിന്റെ പ്രത്യാശയെ വർദ്ധിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു.